ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനില് ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്ററും ഏരിയയും കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ മക്കളെ, ആദ്യ സ്റ്റെപ്പ് ഇതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് പെരിമീറ്റർ എന്ന് പറയുന്നത് 40 ആണെങ്കിലേ ഓൺ ദ സ്പോട്ട് നിങ്ങളെ എഴുതി വെക്കണം. L+B എന്ന് പറയുന്നത് 20 ആയിരിക്കും എന്ന് എഴുതി വെക്കണം. അറിയാത്തവര് നോട്ട് ചെയ്ത് വെച്ചോളൂ. പെരിമീറ്റർ എന്താണോ വരുന്നത് അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും L+B. അറിയാത്ത മക്കള് നോട്ട് ചെയ്ത് വെച്ചോളൂ. പെരിമീറ്ററിന്റെ നേരെ ഹാഫ് ആയിരിക്കും L+B. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? പെരിമീറ്റർ എന്താണോ വരുന്നത് അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും L+B. ഇനി ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ലെങ്ത് എന്ന് പറയുന്നത് എന്തെടുക്കണം? 10+x കൊടുക്കണം. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തെടുക്കണം? 10 - x. ഒന്ന് നോക്കി നോക്കൂ. കണ്ടോ, ഇതും ഇതും ആഡ് ചെയ്താൽ 20 കിട്ടും. കാരണം കണ്ടോ, 10 + 10 20 വരും. ഈ എക്സും ഈ -x കട്ട് ചെയ്യും. സോ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഇത്രേ ഉള്ളൂ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണോ? L+B 20 ക്ലിയർ ആണോ? ലെങ്ത് ചോദിച്ചാൽ അതിന്റെ ഈ 20ന്റെ ഹാഫ് എടുക്കുക, 10+x. ബ്രെഡ്ത്ത് 10 - x കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി വെയിറ്റ്, നിങ്ങൾ തന്നെ നോക്കിയിരിക്ക്. ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ 96 ആ. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണുക? ഓർമ്മ ഉണ്ടോ? ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഉണ്ടോ? ഓർമ്മ ഉണ്ടോ? L×B ആണ് മക്കളെ ഏരിയ. എഴുതി വെച്ചോളൂ. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ L×B എന്നാണ് മക്കളെ. ലെങ്ത് എന്ന പൊസിഷനിൽ എന്തെഴുതണം? ലെങ്ത് എന്ന പൊസിഷനിൽ എന്തെഴുതണം? കണ്ടോ, ലെങ്ത് എന്തെഴുതണം? 10+x എന്നെഴുതണം. ക്ലിയർ ആണോ? ഇതേപോലെ ഇവിടെ ബ്രെഡ്ത്ത് ഉണ്ട്. ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന പൊസിഷനിൽ എന്തെഴുതണം? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ പൊസിഷനിൽ എന്തെഴുതണം? 10 - x എന്നും എഴുതണം. ഇതിന്റെ ഏരിയ എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 96 എന്നതാണ് ഏരിയ. ഇതിന്റെ കുട്ടികൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. A+B × A - B എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? A+B × A - B എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? A² - B² എന്നതാണ് ഇക്വേഷൻ. അതേ ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. ഇതാണ് മക്കളെ A. ഇതെന്താ? B. ഇതെന്താണ്? A. ഇതെന്താണ്? B. സോ ഇതെന്താ വരിക? ഇതെന്താ വരിക? A+B × A - B. അതേ ഫോർമാറ്റിലാണത്. 10+x × 10 - x. എന്തെഴുതാം? A². അതിന് പകരം എന്തെഴുതാം? 10². ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? B² എന്തെഴുതാം? x² എന്നെഴുതാം. =96. ഓക്കെ അല്ലേ? ഒന്നും നോക്കണ്ട, ഇങ്ങനെയാണ് ചെയ്യുക. 10² എത്ര? 10² എത്ര? 100. 10² എന്ന് പറഞ്ഞാൽ 100 - x² = 96. ഇനി എപ്പോഴും ഇതാണ് ശ്രദ്ധിക്കേണ്ട വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒരേപോലത്തെ ചങ്കുകളെ നമ്മൾ ഒരുമിച്ചെഴുതണം. ഇതിൽ ആരൊക്കെ ചങ്കുകള്? 100ഉം 96ഉം അല്ലെ? ആരൊക്കെയാണ് ചങ്കുകള് ഒന്ന് പറഞ്ഞ? 100ഉം 96ഉം. 100ഉം 96ഉം ഒരുമിച്ചെഴുതണം. സോ ഞാൻ ഈ -x² ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഈ 96ന്റെ അടുത്തൊക്കെ ആരാ പോവുക? +100 അങ്ങോട്ട് പോകുമ്പോ എന്താവും? -100 ആവും. ക്ലിയർ ആണോ? സോ ആൻസർ ഇങ്ങനെയാണ് വരിക. -x² = എന്ത് വരും? -4. ഇതെങ്ങനെ -4 ആയത്? 96 100 മൈനസ് ചെയ്ത് എന്താണ്? രണ്ട് സൈഡിലും മക്കളെ മൈനസ് ഉണ്ട്. അതാണോ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസും കട്ട് ചെയ്തിട്ട് എന്ത് വരും എന്നറിയോ? x² = 4 എന്ന് വരും. ഇതൊന്ന് എക്സ് കാണാൻ അറിയോ? സ്ക്വയർ പോകുമ്പോ മറ്റേ സ്ഥലത്ത് എന്ത് വരും?
സ്ക്വയർ പോകുമ്പോ മറ്റേ സ്ഥലത്ത് എന്ത് വരും? റൂട്ട്. വാട്ട് ഈസ് റൂട്ട് 4? വാട്ട് ഈസ് റൂട്ട് 4? 2. വെരി സിമ്പിൾ ആണ്. ഇനി ആദ്യത്തെ ലൈന് കോപ്പി അടിക്കണം. എന്താണ് ആദ്യത്തെ ലൈന്? നമ്മൾ എൽ എന്തെടുത്തത്? 10 പ്ലസ് എക്സ്. ഇവിടുത്തെ എന്തെടുത്തത്? 10 മൈനസ് എക്സ്. ഈ എക്സ് എന്നുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കണം? എക്സ് എന്നുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കണം? 2. സോ 10 പ്ലസ് 2 എന്താ വരിക? 12. 10 മൈനസ് എക്സ് എന്ത് കൊടുക്കണം? 10 മൈനസ് 2 എന്ത് കൊടുക്കണം മക്കളെ? 8. ഈ ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ.